രണ്ട് കുട്ടികളെ വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് വെടിവെച്ച് കൊന്നു. പ്രകോപിതരായ ജനക്കൂട്ടം പ്രതിയുടെ ബാർബർ ഷോപ്പ് കത്തിച്ചു. ഉത്തർപ്രദേശിലെ ബുദൌണിലാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ നടന്നത്. ബാബ കോളനിയിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന മുഹമ്മദ് സാജിദാണ് പ്രതി. ഇയാൾ സുഹൃത്ത് വിനോദിന്റെ മക്കളെയാണ് കൊലപ്പെടുത്തിയത്. വിനോദിന്റെ വീടിന് എതിർവശമാണ് സാജിദിന്റെ ബാർബർ ഷോപ്പ്. 5000 രൂപ കടം വാങ്ങുന്നതിനായാണ് സാജിദ് വിനോദിന്റെ വീട്ടിലെത്തിയത്. ഈ സമയം വിനോദ് വീട്ടിലില്ലായിരുന്നു. ഭാര്യയും 3 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഗർഭിണിയായ ഭാര്യ ആശുപത്രിയിലാണെന്നും ചികിത്സയ്ക്ക് 5000 രൂപ വേണമെന്നും സാജിദ് വിനോദിന്റെ ഭാര്യ സംഗീതയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് സംഗീത വിനോദിനെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. സാജിദിന് പണം നൽകാൻ വിനോദ് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് സാജിദിനോട് ഇരിക്കാൻ പറഞ്ഞ ശേഷം വിനോദിന്റെ ഭാര്യ അകത്തേക്ക് പോയി. ഈ സമയം വിനോദിന്റെ മകൻ 11 വയസ്സുള്ള ആയുഷിനെയും കൂട്ടി മുകളിലത്തെ നിലയിലേക്ക് പോയ സാജിദ് ആയുഷിനെ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ഇതിനിടെ അപ്രതീക്ഷിതമായി മുകളിലേക്ക് എത്തിയ സഹോദരൻ 6 വയസ്സുകാരൻ അഹാൻ ആക്രമണം കണ്ടു. പിന്നാലെ സാജിദ് അഹാനെയും പിടികൂടി കൊലപ്പെടുത്തി. ഇവരുടെ 3ാമത്തെ കുട്ടിയായ പീയൂഷിനെ സാജിദ് കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും 7 വയസ്സുകാരൻ ഓടി രക്ഷപ്പെട്ടു. ആക്രമണശേഷം വീടിന് പുറത്ത് ബൈക്കിൽ കാത്തുനിന്ന സഹോദരൻ ജാവേദിനൊപ്പം സാജിദ് രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇരട്ടക്കൊല പുറത്തറിഞ്ഞതോടെ പ്രകോപിതരായ നാട്ടുകാർ സാജിദിന്റെ കടയ്ക്ക് തീയുമിട്ടു. പ്രതിയുടെ സഹോദരൻ ജാവേദിനായി പോലീസ് ഊർജിത അന്വേഷണം തുടരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. യുകെയിൽ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ജോലിയാണോ ലക്ഷ്യം? സ്വപ്നം കാണുന്ന കരിയർ യാഥാർത്ഥ്യമാക്കൂ. യൂണിവേഴ്സിറ്റി സെലക്ഷൻ, ഈസി വിസ പ്രോസസിംഗ്, സ്റ്റുഡന്റ് അക്കോമഡേഷൻ, കാനഡ, ഓസ്ട്രേലിയ, USA രാജ്യങ്ങളിൽ പഠിക്കാം. 0 സർവീസ് ചാർജ്. എക്സ്പീരിയൻസ് കൺസൾട്ടൻസ്. അപ്ലൈ നൗ. മാർക്ക് ഇന്റർനാഷണൽ.